നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമാൻഡിക്ക് പാടാൻ അറിയാവോ? പാടാനോ? എനിക്കോ? എനിക്ക് പാടാനൊന്നും അറിയില്ലല്ലോ. നിന്നോട് ആരാ പറഞ്ഞ ശ്യാമാൻഡി പാടൂന്ന്? അല്ല, ആരും പറഞ്ഞല്ല. അനക്കുട്ടിക്ക് തോന്നി ശ്യാമാൻഡി പാടൂന്ന്. ഞാനൊന്നും പാടില്ല. പാട്ടറിയാത്തവരൊക്കെ പാടുന്നുണ്ടല്ലോ. എന്റെ ശ്യാമാൻഡി അനക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരണം. മോളെ, ഈ പാടാൻ അറിയാൻ മേലാത്തൊരു പാടിയാലേ കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അനക്കുട്ടിക്ക് ഇഷ്ടപ്പെടും. ശ്യാമാൻഡി പാടണം. അനക്കുട്ടിക്ക് ശ്യാമാൻഡി ഒരു കഥ പറഞ്ഞുതരാം. എന്താ കഥ? ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയോ കഥ പറഞ്ഞുതരാം. അതൊന്നും വേണ്ട. എങ്കിൽ കുറുക്കന്റെ മുയലിന്റെ കഥ പറഞ്ഞുതരാം. അതും വേണ്ട. എനിക്ക് ശ്യാമാൻഡിയുടെ ഒരു പാട്ട് കേട്ടാ മതി. ശ്യാമാൻഡി പാടിയേ പറ്റൂ. ദേ, ശ്യാമാൻഡി പാടിയില്ലെങ്കിലേ ഞാൻ ശ്യാമാൻഡിയുടെ അടുത്ത് മിണ്ടൂല, പിണക്കോ. ശരി, പാടാൻ പറ്റുമോന്ന് ശ്യാമാൻഡി ഒന്ന് നോക്കട്ടെ. അഖി, എന്തിനാ ഇവിടെ പരിങ്ങി നിൽക്കുന്നത്? ചോദിച്ചത് കേട്ടല്ലേ, എന്തിനാ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേന്ന്? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഞാനെന്താ ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചത്? സ്വന്തം റൂമിന്റെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ഒന്ന് ചോദിച്ചു പോയി. അതാണോ ആവശ്യമില്ലാത്ത കാര്യം? എന്തോ ശബ്ദം കേൾക്കണേ. എന്താ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ, എന്താ? അല്ല, ഐശ്വര്യ അടുത്ത് എന്തിനാ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നേ? അയ്യോ, ഞാൻ നിന്റെ രഹസ്യമൊന്നും കണ്ടുപിടിക്കാൻ വന്നതല്ല. ഞാൻ കേറി വരുമ്പോ ഈ മുറിക്ക് പുറത്ത് നിന്റെ ഭർത്താവ് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു. അത് കണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയി. അതിനാ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത്. ഏടത്തിയോട് എന്ത് പറഞ്ഞാലും അത് അവസാനം വഴക്കിലേ തീരൂ. വാശമേ, അനുമോളെ, മോൾ അമ്മയടുത്തേക്ക് പോയിക്കോ. ശമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.